മെയ് 19 വിശുദ്ധ പീറ്റർ സെലസ്റ്റിൻ. 5 മാസം മാത്രം മാർപ്പാപ്പ സ്ഥാനത്ത് ഇരുന്നതിന് ശേഷം ആ സ്ഥാനത്തിന് താൻ യോഗ്യനല്ല എന്ന് മനസ്സിലാക്കി സ്ഥാനത്യാഗം ചെയ്ത വിശുദ്ധനാണ് പീറ്റർ സെലസ്റ്റിൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ സെലസ്റ്റിൻ 5-ാമൻ പാപ്പ. 1210 ഇറ്റലിയിലെ അപുലിയിലാണ് പീറ്റർ ജനിച്ചത്. സ്നേഹവും കരുണയും നിറഞ്ഞ മാതാപിതാക്കളുടെ 12 മക്കളിൽ 11-ാമനായിരുന്നു അവൻ. പിതാവ് വളരെ നേരത്തെ മരിച്ചതിനെ തുടർന്ന് കഷ്ടപ്പെട്ടാണ് അമ്മ മക്കളെ വളർത്തിയത്. അമ്മ കൂടെ ഇങ്ങനെ പറയുമായിരുന്നു, നിങ്ങളിലൊരാൾ വിശുദ്ധനായി കാണുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ. അപ്പോൾ പീറ്റർ പറയും, ഞാനാണമ്മേ, ഞാനൊരു വിശുദ്ധനാകും. പീറ്ററിൻ്റെ അസാധാരണമായ ഭക്തിയും ബുദ്ധിയും തിരിച്ചറിഞ്ഞ അമ്മ ദാരിദ്ര്യത്തിനിടയിലും അവന് നല്ല വിദ്യാഭ്യാസം നൽകി. 20-ാമത്തെ വയസ്സിൽ അവനൊരു പർവ്വതത്തിലേക്ക് പോയി അവിടെ ഒരു ചെറിയ ഗുഹയിൽ ഏകാന്തതയിൽ പ്രാർത്ഥിച്ചു. എല്ലാ പ്രലോഭനങ്ങളെയും കഠിനമായ പരിത്യാഗത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും അദ്ദേഹം അതിജീവിച്ചു. 3 വർഷത്തിനു ശേഷം റോമിലെത്തിയ അദ്ദേഹം അവിടെ വെച്ച് വൈദികനായി അഭിഷിക്തനായി. 1246 അബ്രൂണയിലേക്ക് മടങ്ങിയ അദ്ദേഹം സുൽമോണയ്ക്കടുത്തുള്ള മൊറോണി പർവ്വതത്തിലെ ഒരു ഗുഹയിൽ ഏകാന്ത ജീവിതം തുടർന്നു. ആദ്യകാലങ്ങളിൽ വലിയ സ്വർഗീയ സാന്നിധ്യ അനുഭവത്തിൽ ജീവിച്ച അദ്ദേഹത്തിന് പിന്നീട് വലിയ പൈശാചിക ആക്രമണങ്ങളുണ്ടായി. രാത്രിയിൽ സ്വസ്ഥമായി ഉറങ്ങാൻ പോലും പറ്റാതെ അസ്വസ്ഥനാക്കപ്പെട്ട അദ്ദേഹം പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോലും പറ്റാതെ നിരാശയിലകപ്പെട്ടു. ഏകാന്ത ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചത് കുമ്പസാരക്കാരനായ വൈദികൻ്റെ ഉപദേശമാണ്. ഇക്കാര്യത്തിൽ മാർപ്പാപ്പായുടെ ഉപദേശം തേടുന്നതിന് വേണ്ടി റോമിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്രാമധ്യേ മരിച്ചുപോയ ഒരു സന്യാസ ശ്രേഷ്ഠൻ അദ്ദേഹത്തിന് പ്രത്യക്ഷനായി. കുമ്പസാരക്കാരൻ നൽകിയ ഉപദേശം ആവർത്തിച്ച അദ്ദേഹം തിരിച്ച് ഗുഹയിലേക്ക് പോകുവാനും പരിശുദ്ധ കുർബാന മുടങ്ങാതെ അർപ്പിക്കുവാനും നിർദ്ദേശിച്ചു. പിന്നീട് ആ പ്രദേശത്തെ മരങ്ങൾ വെട്ടിമാറ്റിയതുകൊണ്ട് അദ്ദേഹം 2 കൂട്ടാളികളോടൊപ്പം മഗല്ല പർവ്വതത്തിലേക്ക് മാറി. രാത്രി മുഴുവൻ കണ്ണുനീരിലും പ്രാർത്ഥനയിലും ചിലവഴിച്ച പീറ്റർ പകൽ സമയത്ത് പുസ്തകങ്ങൾ പകർത്തിയെഴുതുകയോ മറ്റു ജോലികളിൽ ഏർപ്പെടുകയോ ചെയ്തു. സസ്യാഹാരം മാത്രം കഴിച്ച് ഉപവസിച്ചും കഠിനമായ തപശ്ചര്യകൾ ചെയ്തുകൊണ്ടും ശരീരത്തെ പീഡിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ദൈവത്തോടുള്ള ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്ന ശരീരത്തെ നശിപ്പിക്കരുത് എന്ന് ഒരു ദർശനത്തിൽ മുന്നറിയിപ്പ് ലഭിച്ച ശേഷമാണ് തൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ കാഠിന്യം അദ്ദേഹം കുറച്ചത്. തൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചവർക്കായി അദ്ദേഹം പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഒരു ആശ്രമം സ്ഥാപിക്കുകയും 1271 ഗ്രിഗറി മാർപ്പാപ്പായിൽ നിന്ന് അംഗീകാരം നേടുകയും ചെയ്തു. 36 ആശ്രമങ്ങളും 600 സന്യാസികളും അദ്ദേഹത്തിൻ്റെ കീഴിൽ ഉണ്ടായിരുന്നു. നിക്കോളാസ് 4-ാമൻ മാർപ്പാപ്പായുടെ മരണശേഷം രാഷ്ട്രീയ കാരണങ്ങളാൽ 2 വർഷവും 3 മാസവും പാപ്പാസ്ഥാനം ഒഴിഞ്ഞുകിടന്നു. ഇതിനെതിരെ പീറ്റർ കർദിനാൾമാർക്ക് മുന്നറിയിപ്പ് നൽകി. കർദിനാൾമാർ ഒരുമിച്ചുകൂടി പീറ്ററിനെ മാർപ്പാപ്പായായി തിരഞ്ഞെടുത്തു. എല്ലാവരും സന്തോഷിച്ചെങ്കിലും പീറ്റർ അതീവ ദുഃഖിതനായി. തൻ്റെ സുഹൃത്ത് റോബർട്ടിനൊപ്പം ഒളിച്ചോടാൻ അദ്ദേഹം തീരുമാനിച്ചെങ്കിലും നടന്നില്ല. അവസാനം ഹംഗറിയിലെയും നേപ്പിൾസിലെയും രാജാക്കന്മാരുടെയും രാജകുമാരന്മാരുടെയും നിരവധി കർദിനാൾമാരുടെയും സാന്നിധ്യത്തിൽ 1294 ജൂലൈ 5 റോമിലെ മെത്രാനായി അദ്ദേഹം അഭിഷേകം ചെയ്യപ്പെട്ടു. സെലസ്റ്റിൻ 5-ാമൻ എന്ന പേരിൽ അദ്ദേഹം സഭയുടെ 192-ാമത്തെ മാർപ്പാപ്പയായി. എന്നാൽ സഭാ നിയമത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയും രാഷ്ട്രീയ ഭരണ പരിചയമില്ലായ്മയും പല പ്രശ്നങ്ങൾക്കും കാരണമായി. നേപ്പിൾസിലെ രാജാവിൻ്റെയും ചില കർദിനാൾമാരുടെയും പ്രേരണയാൽ അദ്ദേഹം കൈക്കൊണ്ട പല തീരുമാനങ്ങളും അനേകരുടെ അതൃപ്തിക്കും കാരണമായി. മാത്രമല്ല, അനേക വർഷങ്ങളായി താൻ തുടരുന്ന ഏകാന്തതയ്ക്കും പ്രാർത്ഥനാ ജീവിതത്തിനും തടസ്സമുണ്ടായതും അദ്ദേഹത്തെ വലിയ പ്രതിസന്ധിയിലാക്കി. നിരവധി പ്രശ്നങ്ങളുടെയും കുറ്റപ്പെടുത്തലുകളുടെയും ഇടയിൽ വിഷമിച്ച അദ്ദേഹം പാപ്പാസ്ഥാനം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. കാനൻ നിയമപണ്ഡിതനായ കർദിനാൾ ബെനഡിക്റ്റ് കാറ്റജനുമായും മറ്റ് കർദിനാൾമാരുമായും അദ്ദേഹം ആലോചന നടത്തി. തൻ്റെ അധികാരത്താൽ മാർപ്പാപ്പായ്ക്ക് സ്വയം രാജിവെക്കാൻ അധികാരം നൽകുന്ന ഉത്തരവിൽ
സെലസ്റ്റിൻ അഞ്ചാമൻ പാപ്പ ഒപ്പുവെച്ചു. 5 മാസം മാർപ്പാപ്പായിരുന്ന സെലസ്റ്റി അഞ്ചാമൻ 1294 ഡിസംബർ 13 സ്ഥാനത്യാഗം ചെയ്തു. തുടർന്ന് കാനൻ നിയമപണ്ഡിതനായ കർദിനാൾ ബെനഡിക്റ്റ് കജറ്റാൻ ബോണിഫസ് എട്ടാമൻ എന്ന പേരിൽ മാർപ്പാപ്പായായി സ്ഥാനമേറ്റു. സെലസ്റ്റിൻ അഞ്ചാമൻ പാപ്പ ഉടൻ തന്നെ ആരും അറിയാതെ തൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചുപോയി. എന്നാൽ ജനങ്ങളിലിത് വലിയ അസ്വസ്ഥതയുണ്ടാക്കി. ഗൂഢാലോചന നടത്തി പുതിയ മാർപ്പാപ്പ വിശുദ്ധനിൽ നിന്ന് അധികാരം പിടിച്ചെടുത്തതാണ് എന്ന വാർത്ത പ്രചരിച്ചു. ജനങ്ങൾ പുതിയ മാർപ്പാപ്പയ്ക്കെതിരെ തിരിഞ്ഞു. പ്രശ്നത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ ബോണിഫസ് പാപ്പ വിശുദ്ധനെ റോമിലെത്തിക്കാൻ നേപ്പിൾസ് രാജാവിൻ്റെ സഹായം തേടി. ഇത് മനസ്സിലാക്കിയ വിശുദ്ധൻ ഒളിവിൽ പോയെങ്കിലും രാജാവിൻ്റെ പടയാളികൾ വിശുദ്ധനെ റോമിലെത്തിച്ചു. ബോണിഫസ് പാപ്പ കുറേ നാൾ വിശുദ്ധനെ തൻ്റെ കൊട്ടാരത്തിൽ താമസിപ്പിച്ചു. വിശുദ്ധനെ ആശ്രമത്തിലേക്ക് തിരിച്ചയക്കാൻ പലരും മാർപ്പാപ്പായെ ഉപദേശിച്ചെങ്കിലും അത് കൂടുതൽ പ്രശ്നമുണ്ടാക്കുമെന്ന് ഭയന്ന അദ്ദേഹം വിശുദ്ധനെ കുറച്ചകലെയുള്ള ഹ്യൂമൻ കോട്ടയിൽ പട്ടാളക്കാരുടെ കാവലോടെ താമസിപ്പിച്ചു. ശിഷ്യരായ 2 സന്യാസിമാരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇതേക്കുറിച്ച് ആരോടും ഒരു പരാതിയും വിശുദ്ധൻ പറഞ്ഞില്ല. എല്ലാവരോടും അദ്ദേഹം ശാന്തതയോടെ പറഞ്ഞത് ഇതാണ്: എനിക്ക് താമസിക്കാൻ ഒരു ചെറിയ മുറി മാത്രമേ ആവശ്യമുള്ളൂ. അവർ അതെനിക്ക് തന്നിട്ടുണ്ട്. 1296 മെയ് മാസത്തിലെ ഒരു ദിവസം അസാധാരണമായ തീക്ഷ്ണതയോടെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത അദ്ദേഹം തൻ്റെ കാവൽക്കാരോട് പറഞ്ഞു, ഈ ആഴ്ചയിൽ തന്നെ ഞാൻ മരിക്കും. ഉടൻ തന്നെ അദ്ദേഹം രോഗിയാവുകയും അന്ത്യകൂദാശകൾ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ 10 മാസത്തെ തൻ്റെ തടവ് ജീവിതത്തിന് ശേഷം 1296 മെയ് 19 അദ്ദേഹം സ്വർഗത്തിലേക്ക് യാത്രയായി. ബോണിഫസ് എട്ടാമൻ പാപ്പ എല്ലാ കർദിനാൾമാരോടും ചേർന്ന് സെയിൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ സംസ്കാര ചടങ്ങുകൾ നടത്തുകയും ഫ്ലോറന്റിനയിലെ സെൻറ്റ് അഗത ദേവാലയത്തിൽ സംസ്കരിക്കുകയും ചെയ്തു. വിശുദ്ധൻ്റെ മധ്യസ്ഥയാൽ നിരവധി അത്ഭുതങ്ങൾ ആധികാരികമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1313 ക്ലമൻ്റ് അഞ്ചാമൻ പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വിശുദ്ധ പീറ്റർ സെലസ്റ്റിൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു.